ദൈവം വിശ്വസ്തൻ. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവായിരുന്ന ബെർണാഡ് ബാരൂക്ക് ഒരിക്കൽ പറഞ്ഞു, ഏറ്റവും കുറച്ച് വാഗ്ദാനങ്ങൾ നൽകുന്ന വ്യക്തിക്ക് വോട്ട് ചെയ്യുക. കാരണം ലോകത്തിലുള്ള വലിയ വലിയ വാഗ്ദാനങ്ങളെല്ലാം തന്നെ ലംഘിക്കപ്പെടുന്നു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പോലും ചോദിക്കുന്നു, മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും? സദൃശവാക്യങ്ങൾ 20:6. ലോകത്തിൽ ദയയുള്ളവർ കണ്ടേക്കാം, എന്നാൽ വിശ്വസ്തയോടെ ജീവിതാന്ത്യം വരെ നിലകൊള്ളുന്നവരായി ആരെയെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ എന്നാണ് ശലോമോൻ ചോദിക്കുന്നത്. ഈ ഭൂമിയിൽ വിശ്വസ്തരായി ആരുണ്ട്? വിവാഹ സമയത്ത് നൽകുന്ന വാഗ്ദത്തങ്ങൾ പലതും പാലിക്കപ്പെടുന്നില്ല. വാഗ്ദത്തങ്ങൾ ബിസിനസ് കരാറുകളിലും കുടുംബങ്ങളിലും സമൂഹത്തിലും ദേശത്തിലും അന്തർദേശീയ തലത്തിലും സൗഹൃദങ്ങളിലും പാലിക്കപ്പെടുന്നില്ല. എന്നാൽ ആരാണ് വിശ്വസ്തൻ? നമ്മുടെ കർത്താവാണ് വിശ്വസ്തൻ. അവൻ നമ്മുടെ പാപം ക്ഷമിക്കുവാൻ വിശ്വസ്തൻ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. 1 യോഹന്നാൻ 1:9. ഇന്ന് പാപഭാരവുമായി നടക്കുന്നവർ അനേകരുണ്ട്. എന്നാൽ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് നമ്മെ വിശുദ്ധീകരിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. പാപങ്ങൾ അനവധി ചെയ്തിട്ടും ഒരു പാപവും ഇല്ല എന്ന് ധരിച്ച് ജീവിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. പാപം ഒന്നും നമ്മിൽ ഇല്ല എന്ന് കരുതുന്നതാണ് ഏറ്റവും വലിയ പാപം. സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുമെന്ന് കർത്താവ് വാഗ്ദത്തം നൽകിയിരിക്കുന്നതിനാൽ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. പാപം പോക്കി ദൈവത്തിൻ്റെ മക്കളാക്കിയ നമ്മെ ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിക്കുവാൻ തക്കവണ്ണം കർത്താവ് വിശ്വസ്തനാണ്. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത് വചനം. നാം ദൈവത്തിൻ്റെ കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. നാം ദൈവമക്കളാണ്. അതിനാൽ പിതാവിൻ്റെ നാമം മഹത്വപ്പെടുന്ന വിധത്തിൽ നാം ജീവിക്കേണ്ടതാണ്. ഒരിക്കൽ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി അർദ്ധരാത്രിയിൽ തൻ്റെ കൊട്ടാരത്തിന് ചുറ്റും നടക്കുകയായിരുന്നു. അപ്പോൾ കൊട്ടാരത്തിൻ്റെ പ്രധാന വാതിലിൽ കൊട്ടാരം കാത്തു സൂക്ഷിക്കേണ്ട ഒരു പട്ടാളക്കാരൻ തോക്ക് പിടിച്ച് നിന്നുറങ്ങുന്നത് കണ്ടു. ചക്രവർത്തി അയാളുടെ അടുക്കലെത്തി. പെട്ടെന്ന് പട്ടാളക്കാരൻ കണ്ണു തുറന്നു. അതാ ചക്രവർത്തി മുൻപിൽ നിൽക്കുന്നു. അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? അയാൾ വിറച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പേർ അലക്സാണ്ടർ എന്നാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഒന്നുകിൽ നിന്റെ പേർ മാറ്റുക, അല്ലെങ്കിൽ പേരിനനുയോജ്യമായി ജീവിക്കുക. ക്രിസ്ത്യാനി എന്ന നാമം ധരിച്ച ദൈവമക്കൾ ക്രിസ്തുവിൻ്റെ പേരിനനുയോജ്യമായ ഒരു ജീവിതം നയിക്കേണ്ടതാണ്. നാം കർത്താവിൻ്റെ പത്രമാണെന്ന കാര്യം മറന്നു പോകരുത്. നാം നിമിത്തം പിതാവിൻ്റെ നാമം ദുഷിക്കപ്പെടരുത്. കാരണം ദൈവം നമ്മുടെ പാപം പോക്കി നമ്മെ ശുദ്ധീകരിച്ചു. തൻ്റെ കൂട്ടായ്മയിൽ വിശ്വസ്തയോടെ നമ്മെ ചേർത്തിരിക്കുന്നു. അതിനാൽ നാം ദൈവനാമം മഹത്വീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തരായി പാർക്കണം. പരീക്ഷയിൽ പരിഹാരം നൽകുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 13-ാമത് വചനം. പരീക്ഷകൾ എല്ലാവരിലും കടന്നു വരാം. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ കൂടുതലായി പരീക്ഷകൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ ഓരോ പരീക്ഷാ ഘട്ടങ്ങളും വിശ്വസ്തനായി ദൈവം ഇറങ്ങി വരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ടെന്ന് വാഗ്ദത്തം നൽകുന്നു. നാം ഏത് രോഗാവസ്ഥയിലായിരിക്കുമ്പോഴും, നാം ICUവിലായിരിക്കുമ്പോഴും, ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും
യേശു കടന്നു വന്ന് കരം പിടിച്ചു നമ്മെ എഴുന്നേൽപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവം ഇന്നും നാളെയും ജീവിതാവസാനം വരെയും വഴി നടത്തുവാൻ വിശ്വസ്തനാണ്. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. 2 തീമോഥെയോസ് 1:12. ജീവിതത്തിൽ ലോകമോഹങ്ങൾ കടന്നു വരാം, പ്രലോഭനങ്ങൾ കടന്നു വരാം, വീഴുവാൻ അനേക സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് സകല പാപഭാരങ്ങളും മാറ്റി യേശുവിൻ്റെ കൂട്ടായ്മയിൽ വേറിട്ട ജീവിതം നയിക്കുന്ന വ്യക്തിയെ ദൈവം സകല പരീക്ഷയിൽ നിന്ന് വിടുവിച്ച് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിച്ച് തൻ്റെ രാജ്യത്തോട് ചേർക്കുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനും. ആ വാഗ്ദത്തം പ്രാപിപ്പാൻ വിശുദ്ധിയോടെ നമുക്കും കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.